കർത്താവായ ഈശോയിൽ പ്രിയ മക്കളെ, അന്നൊരിക്കൽ യേശു ഗലീലിയായിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. മർക്കോസ് 1:9-10. ദൈവാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ ആന്തരിക സന്തോഷവും ആത്മീയ ധൈര്യവും ലഭിക്കും. അതിനായി നാം അംഗീകരിക്കേണ്ട ഒരു മാർഗമുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ പ്രചോദനം അനുസരിച്ച് പ്രായോഗിക രംഗത്ത് പ്രവർത്തിക്കുവാൻ നാം കാൽവയ്ക്കണം. എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും ശാന്തമായി കേൾക്കുന്ന അന്തരാത്മാവിന്റെ ഒരു നേരിയ ശബ്ദമുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം അധികം ലഭിക്കും. തൽഫലമായി നമ്മുടേതല്ലാത്ത ആത്മീയ ശക്തി നമ്മിലൂടെ പ്രവർത്തിക്കും. ദൈവരാജ്യത്തിനും മനുഷ്യ സമൂഹത്തിനും ആവശ്യമായ സേവനം ചെയ്യുവാൻ നാം പ്രാപ്തരാകും. നമ്മുടെ കർത്താവ് സ്നാപക യോഹന്നാനെ പറ്റി അറിഞ്ഞിരുന്നു. ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ആദ്യപടിയായി സ്നാപക യോഹന്നാന്റെ സ്ഥാനം സ്വീകരിച്ച് ആ സംഘടനയിൽ ചേരേണ്ടത് ആവശ്യമാണെന്ന് യേശുവിന് ബോധ്യമായി. തനിക്ക് ലഭിച്ച ആന്തരിക പ്രചോദനത്തിനും ഉത്തമ ബോധ്യത്തിനും അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അസാധാരണമായ രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ തന്റെ മേൽ വന്നു. ശക്തി നിറഞ്ഞവനായി യേശു ജോർദാനിൽ നിന്ന് മടങ്ങിപ്പോയി. ആന്തരിക ശബ്ദത്തെ അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചാൽ പരിശുദ്ധാത്മാവ് അപ്രതീക്ഷിതമായ ശക്തി നമുക്ക് തരും. പരീക്ഷകൾ ജയിക്കാനും ധീരമായി ജീവിക്കുവാനും അപ്പോൾ നമുക്ക് കഴിവുണ്ടാകും. യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും ഈ പ്രമാണം അംഗീകരിക്കുന്നുണ്ട്. യേശു കുരുടന്റെ കണ്ണിൽ ചേറ് തേച്ചപ്പോഴും ശിലോഹ് കുളത്തിൽ പോയി അവൻ സ്വയം കഴുകണമെന്നായിരുന്നു. പക്ഷവാതക്കാരൻ സൗഖ്യം പ്രാപിക്കുന്നതിനായി സ്വയം കിടക്ക എടുത്തു നടക്കണമെന്നായിരുന്നു. ദൈവാത്മാവ് നമ്മോട് നേരിയ സ്വരത്തിൽ പറയുന്നവയെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി അധികമായി ലഭിക്കും. അല്പമായി കേൾക്കുന്ന ആന്തരിക ശബ്ദത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആത്മാവിന്റെ ശക്തി അധികമായി ലഭിക്കും. കർത്താവായ ഈശോ ഈ ആന്തരിക ശക്തി, ആത്മീയ ശക്തി നമുക്ക് തന്ന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ IMS അമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ.